ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആക്ഷൻ കൗൺസിൽ. രാത്രി വൈകിയും പ്രധാന ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ക്യാമ്പസിലെ ഈസ്റ്റ് ഗേറ്റ് പോലീസ് പൂട്ടി. ഇന്നലെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹൈദരാബാദ് സർവകലാശാലയ്ക്കുള്ളിലെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാനുള്ള തെലങ്കാന സർക്കാർ നീക്കത്തിലാണ് വലിയ പ്രതിഷേധം. നീക്കം സർക്കാർ പുനരാലോചിക്കും എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ വനം വെട്ടിത്തെളിക്കാൻ ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പസിനകത്ത് കയറിയത്. വിവരമറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തി. വിദ്യാർത്ഥികളെയും പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു മാധ്യമപ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ രാത്രി വൈകിയും ക്യാമ്പസിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ സമരം തുടർന്നു. വനഭൂമി ലേലം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ. ഈ 400 ഏക്കർ ഭൂമി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് എന്നതിനപ്പുറം ഈ ഹൈദരാബാദ് സിറ്റിയിലെ ഏറ്റവും അവസാനത്തെ അർബൻ ഫോറസ്റ്റുകളിലൊന്നാണ്. ഇത് നശിപ്പിക്കുന്നത് വഴി ഇവിടെ നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള ജൈവസമ്പത്തിനെയും അതുപോലെ ഹൈദരാബാദിലെ പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെയും അതുപോലെ തന്നെ ഹൈദരാബാദ് നഗരത്തിന്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ സൈക്കിൾസിനും പൊല്യൂട്ടൻസിന്റെ സർക്കുലേഷനും ഒക്കെ കാരണമാവുന്ന രീതിയിലുള്ള വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ തെലങ്കാന ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ വഴിയാണ് ലേലം നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച തെലങ്കാന ഹൈക്കോടതി ഏപ്രിൽ 7-നകം സർക്കാർ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ചെന്നൈ.